സ്നേക്കഡ് എക്സ്പെഡിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് കേട്ടോ. മുമ്പ് പലപ്പോഴായിട്ട് നമ്മൾ ഒരുപാട് പുലിവാഹകളെ പിടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മെച്യൂർ സ്റ്റേജിലുള്ള, അതായത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പാറ്റേണുള്ള ഒരു ഫിഷിനെ നമുക്ക് ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കളർ പാറ്റേണിലുള്ള ഒരു ഫിഷിനെ പിടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്താലാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമ്മളൊരു 3 ദിവസത്തെ ഫിഷിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഡാമിൻ്റെ പരിസരത്തും മറ്റുമായിട്ട് നമ്മൾ ഒരുപാട് ഫിഷ് ചെയ്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളർ പാറ്റേണുള്ള ഫിഷൊന്നും നമുക്ക് കിട്ടിയില്ല. ഫിഷിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിഷിനെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ദൂരത്തേക്ക് നമ്മൾ ലൂറ് കാസ്റ്റ് ചെയ്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിളായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഈ ഫിഷിൻ്റെ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് നമുക്കൊരു കൊട്ടവഞ്ചി കിട്ടിയിട്ടുള്ളത്. കൊട്ടവഞ്ചിയിൽ ഫിഷിങ്, സത്യം പറഞ്ഞാൽ കൊട്ടവഞ്ചിയിൽ നമ്മൾ ഇതുവരെ ഫിഷ് ചെയ്തിട്ടില്ല. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും വഞ്ചിയിലോ കയക്കിലോ ഒക്കെയാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ വഞ്ചിയിൽ ഇരുന്ന് ഇപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫിഷ് അടിച്ച് കഴിഞ്ഞാൽ അതിനെ ലാൻഡ് ചെയ്യാനും ഒക്കെ ഏകദേശം ഒരു നല്ല ബാലൻസിങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കൊട്ടവഞ്ചിനെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. പിന്നെ നമുക്കൊരു വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൊട്ടവഞ്ചിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൊട്ടവഞ്ചിയും വഞ്ചിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വഞ്ചിയിൽ ഇരുന്ന് പോകുന്ന അത്രയും കംഫേർട്ട് നമുക്ക് കൊട്ടവഞ്ചിയിലില്ല. കാരണം നമ്മൾ ഇരിക്കുന്നത് ഒരു ഞെരുങ്ങി പിടിച്ചിട്ടാണ്. അതുപോലെ തന്നെ കാലൊന്നും നമുക്ക് അധികം നീട്ടി വെക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അത്രയും വഞ്ചിയിൽ പോകുന്നൊരു കംഫേർട്ട് കൊട്ടവഞ്ചിയിലില്ല. അങ്ങനെ ഏകദേശം രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഫിഷിംഗ് സ്പോട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി സമയം കഴിഞ്ഞാലാണ് ഇവിടെ ഫിഷിൻ്റെ ആക്ടിവിറ്റീസ് തുടങ്ങുള്ളൂ എന്ന് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഗൈഡും കൂടി ആയിട്ടുള്ള കുഞ്ഞൻ പറയുന്നു. കുഞ്ഞൻ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ പിടിക്കുന്ന ഒരാളായതുകൊണ്ട് ഇവിടുത്തെ ഒട്ടുമിക്ക നല്ല ഫിഷിംഗ് സ്പോട്ടുകളും നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളുള്ള പോണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള, അതായത് അത്യാവശ്യം മീനുകൾ നിൽക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ നീങ്ങി പോകാമെന്നുള്ള പ്ലാനാണ്. പിന്നെ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റി നോക്കി ഫിഷ് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോണ്ടിൽ സെൻട്രലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫിഷിൻ്റെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സെൻട്രലിലോട്ട് പോയിട്ട് ഒന്ന് ഫിഷ് ചെയ്ത് നോക്കാം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിഷിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്ത ഒരു ലൂറിലും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ടോപ്പ് വാട്ടറായിട്ടും മിഡ് വാട്ടറായിട്ടും ഡീപ്പ് വാട്ടറായിട്ടും എല്ലാ ലൂസും ട്രൈ ചെയ്തെങ്കിലും 1-2 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നല്ലാതെ ഒരു സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള പോണ്ടിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് കുറച്ചും കൂടി ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയും കൂടി ഒന്ന് പോയി നോക്കാമെന്നാണ് നമ്മൾ ഗൈഡായിട്ടുള്ള കുഞ്ഞും പറഞ്ഞത്. പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയിൽ കൂടി, നമ്മുടെ ഇവിടുത്തെ പാലത്തിൻ്റെ താഴെ കൂടി നമ്മൾ അങ്ങോട്ട് കിടക്കണം. അത് ചെറിയൊരു ഇടുങ്ങിയ ഒരു വഴിയായതുകൊണ്ട് അതിലേക്ക് കൂടി നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു രണ്ടാമത്തെ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ അത്. കാരണം ഒരുപാട് മരങ്ങൾ വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അതായത് ഫിഷുകൾക്കൊക്കെ നല്ല രീതിയിൽ ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല. എന്തായാലും പറയുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും ശരിക്കും പറഞ്ഞാൽ ഫിഷിനെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് പ്രൈസായിട്ട്, അതായത് കുട്ടികളായിട്ട് നിൽക്കുന്ന ഒരുപാട് പെയേഴ്സ് ഈ മരത്തിൻ്റെ ചോട്ടിലും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ മരത്തിൻ്റെ സൈഡിലോട്ടായിട്ടൊന്നും നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചും കൂടി മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ചിലപ്പോൾ ഫിഷിനെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ കുഞ്ഞൻ പറയുന്നത്. എന്തായാലും അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ദൂരമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഫ്രൈസായിട്ട്, അതായത് കുട്ടികളായിട്ട് നടക്കുന്ന 1-2 പെയേഴ്സ് ഇപ്പോൾ നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ തൊട്ടടുത്തുള്ള ഒരു ഫ്രൈസിനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും കിട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളർ പാറ്റേണുള്ള ഒരു ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ പുലിവാഹ, മയിൽവാഹ, മണൽവാഹ, ചരൽവാഹ, പുള്ളിവാഹ അങ്ങനെ പല പേരിലും ഈ മീൻ അറിയപ്പെടുന്നുണ്ട്. പുലിവാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരൊരു ജൂനൈൽ സ്റ്റേജ് തൊട്ട് മെച്യൂർ സ്റ്റേജിലോട്ട് എത്തുന്നവരെ ഒരു 8ഓളം ഡിഫറെൻറ്റ് കളർ പാറ്റേൺസിൽ കൂടി അവർ കടന്നു പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഫിഷ് എന്ന് പറഞ്ഞാൽ കുറേ ഡോട്ട്സ് ആയിട്ടുള്ളതും, അല്ലെങ്കിൽ ചെറിയ ബ്ലൂ ഷെയ്ഡായിട്ടുള്ളതും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പാറ്റേൺ എന്നുള്ളത് അത്രയും ബ്ലാക്കും വൈറ്റും ആവാതെ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നതൊക്കെ ആയിട്ടുള്ള ഫിഷാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ഫിഷാണ് കേട്ടോ ഈ സ്നേക്ക് ഹെഡ്സ്, ഈ ഡിപ്ലോഗ്രാമേഴ്സ്. ഇവരെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് സമയത്താണ് എപ്പോഴാണ് ഇവരൊരു അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത്. സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിൻ്റെ കൂടുതൽ അഡിക്റ്റഡ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ മോഡ് ഓഫ് അറ്റാക്ക് ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. നേക്കഡ് എക്സ്പെഡിഷൻ സീരീസിൻ്റെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേണ്ട മാക്സിമം സപ്പോർട്ട് നിങ്ങൾ തരിക. ഇതുപോലത്തെ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ബൈ.